നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ മലബാർ ഇൻഡോർ ഷട്ടിൽ ക്ലബ്ബ് പുത്തനത്താണിയുടെ നേതൃത്വത്തിൽ ചാലിയം ഓഷ്യാനസ് ബീച്ച് പാർക്ക് പ്ലാസ്റ്റിക് വിമുക്തമാക്കി ശുചീകരിച്ചു. പിന്നെ ജിംനാഷ്യം തുടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അടങ്ങുന്ന ഒരു വിശാലമായ പ്ലാറ്റ്ഫോമാണ്. ഫ്ലഡ് സമയത്ത് ഇവിടുന്ന് മിസ്കിൻ്റെ ഒരു ടീം നമ്മൾ തയ്യാറാക്കുകയും എന്നിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ബോട്ടടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുപോയിട്ട് കിടക്കുന്ന തിരൂർ പൊന്നാനി പുഴ അതൊന്ന് വൃത്തിയാക്കണമെന്ന് ഒരു നിർദ്ദേശം വന്നതോട് കൂടിയിട്ട് മിസ്ക് അത് ഏറ്റെടുക്കുകയും വളരെ നല്ല രീതിയിൽ ആ ഒരു പ്രവർത്തനം നടത്തുകയും ചെയ്തു. ഇങ്ങനെ ഒട്ടേറെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഒരു ബീച്ച് പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നുള്ള. അതിലും മിസ്കിൻ്റെ എല്ലാ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ഒരു അവസരത്തിൽ. പിന്നെ നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും പ്ലാസ്റ്റിക്കിനെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ നല്ല പരിപാടിയുടെ ഉദ്ഘാടനം മിസ്ക് പ്രസിഡന്റ് സലീം മയ്യേരിയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചർ നിർവഹിച്ചു. മിസ്കിനെ ലത്തീഫ് മാഷ് പരിചയപ്പെടുത്തി. കടലുണ്ടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഷമ, മിസ്ക് ചാരിറ്റി കൺവീനർ മുസ്തഫ മാസ്റ്റർ, മിസ്ക് അഡ്വഞ്ചർ കൺവീനർ നജീബ് ബാബു, റിട്ടയർഡ് SP ഹമീദ്, സാമൂഹ്യ പ്രവർത്തകൻ ഹാരിസ് എന്നിവർ ആശംസകൾ നേർന്നു. പരിപാടിയിൽ മിസ്ക് സെക്രട്ടറി റഫീഖ് മാസ്റ്റർ സ്വാഗതവും മിസ്ക് എക്കണോമിക് സൊല്യൂഷൻ കൺവീനർ ഷംസു നന്ദിയും പറഞ്ഞു. TV ന്യൂസ് തിരൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.